ഈ മലനിരകളിൽ എവിടെയോ അങ്ങേരുണ്ട്, മാണിക്കുഞ്ഞ് താടിക്കാരൻ. പിന്നെ അങ്ങേരെന്ത് കുറുക്കണം? I am coming to you, Mr. Dad. ഈസ് മൈ പ്രൈവറ്റ് ബ്രൈഡ്. എൻ്റെ സ്വന്തം റിട്ടയർഡ് DGP ശങ്കരൻ നമ്പൂതിരിപ്പാട്, എൻ്റെ ശങ്കു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്, പെണ്ണുങ്ങളുടെ മുഖത്തെ നോക്കില്ല. റിയൽ നന്ദൻ. ഇത് ചന്ദൻ സിംഗ്. വീക്ക്നെസ് 3 തല്ല്, തോക്ക്, തലമുടി. കരാട്ടെ അറിയാമോ അറിഞ്ഞൂടെയോ എന്ന് അവൻ ഇപ്പോഴും അറിഞ്ഞൂടാ. ഫലത്തിൽ എന്റെ മാനേജർ. പക്ഷേ നോ അന്തം നോ കുന്തം. കണ്ണീരൊഴിയാത്ത ഒരു എപ്പിസോഡായിരുന്നു ചന്ദർ സിംഗിന്റെ പട്ടാള ജീവിതം. ജോലിഭാരം കൂടിയപ്പോൾ രാജിവെച്ച സിംഗ് ഒടുവിൽ തന്റെ വഴി കണ്ടെത്തി. ഒരു കാലത്തും ശരിയാകാത്തൊരു പണി, അഭിനയം. ചെന്നുപെട്ടതോ ബിജു പട്ടാമ്പിയുടെ കയ്യിൽ. എന്താണോ ഈ കാണിക്കുന്നത്? പല മരക്കുറ്റിയും പിടിച്ച് അഭിനയിപ്പിച്ചിരുന്ന ഇതിൽ എക്സ്പ്രഷൻ കിട്ടിയ അപ്പോഴേ ഞാൻ പറഞ്ഞാണ് ശ്രീകൃഷ്ണന് താടിയില്ല, താടി വേണ്ടാന്ന്. ശ്രീകൃഷ്ണൻ താടി. ഇവൻ എന്റെ സ്വന്തം ഖലീൽ ജിബ്രാൻ. ഒരിക്കലും വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങളുടെ ഓതേഴ്സിനോട് മുഴുവൻ പുച്ഛം. ഒരിക്കലും കാണാത്ത ക്ലാസിക് സിനിമകളുടെ ഡയറക്ടേഴ്സിനെ മുഴുവൻ തള്ളക്കി വിളി. പുച്ഛം, അതാണ് ഇവന്റെ സ്ഥായീ ഭാവം. മാത്യു കുരിശുമൂട്ടിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുരിശു കുഞ്ഞ്. DJ ആകണമെന്നായിരുന്നു കൊതി. പക്ഷെ വിധി കുരിശിനെ കുശിനിക്കാരനാക്കി. അതൊരു ചതിയായിപ്പോയി. അവന്റെ കുക്കിംഗ് ലാബിലെ പരീക്ഷണങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വയറുകളെ ഒരു DJ നൈറ്റാക്കി. ഇരുമ്പഴികൾക്കുള്ളിലായോ? ഇതാണോ തുറന്ന ജയിൽ? കാലമുറിയണ്ട, വാള് കിടക്കും. നண்பர்களே, தாய்மார்களே, தமிழ்நாடு காவல்துறை சிங்கங்களே, നേരം പറந்தாச்சு, കിളികൾ പറந்தாச்சு. ഇന്നലത്തെ രാത്രിയിലെ മദ്യദുരന്തത്തിന്റെ ഇരകളെ, നിങ്ങൾ എഴുന്നേറ്റോളി. എന്തൊരു കാഴ്ച! എന്റെ വീട്ടിലെ കുക്കും പല മെസ്സയും ഒരൊറ്റ വാളിന്റെ 2 അറ്റം. ഹാങ്ങോറുള്ള രാവിലെകളിൽ മാത്രമാണ് ശരിയായ സോഷ്യലിസം നടപ്പാവും. ഈ മദ്യം കണ്ടുപിടിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണോ? മോഹൻ ജദാരോ. ഇതെന്തോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ. മലയിൽ നിന്നിറങ്ങിയ ഉടൻ ആംസ്റ്റർഡാമിലേക്ക് പറക്കാം എന്നാണ് എന്റെ ബിഗ് പ്ലാൻ. ശബരിമല, പമ്പ, എരുമേലി, ബാറ്, യാത്ര, മേട്ടുപാളയം. പിന്നെ ഇവിടെ വന്നു. SI വണങ്ങാമുടിയെ കണ്ടു. ബിജു പട്ടാമ്പി എവിടെ? ബിജു പട്ടാമ്പി എവിടെന്ന് എനിക്കറിയില്ല, പക്ഷെ അവന്റെ മുണ്ട് എന്റെ. അയ്യോ, വണങ്ങുമച്ച ഇങ്ങോട്ട് വരണില്ല, കാണണ്ടല്ല, കാണണില്ല എന്നൊക്കെയുള്ള പരാതി തീർന്നില്ലേ? റിട്ടയർഡ് DGP. അയ്യോ, ബെൽറ്റൂരി കൊടു. ഞാനപ്പോഴതിനകത്ത് കയറി
രാജപട്ടെ കൊടുങ്ക. അത്യാവശ്യക്കാരനെയും വരെ ഞാനൊരു വേണ്ടാന്ന് വെച്ചാ. அண்ணா அது வந்து ഈ മറ്റേ എത് വന്നേ മച്ചു അളിയാ അങ്ങനെയല്ല. ഞാനും കൂടെ അതായത് ഒരാളെ തേടി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതാണ് ഒരു വൺ മിസ്റ്റർ താടിക്കാരൻ. താടിക്കാരനാ? അതില്ല തലവാ. തേടി കണ്ടുപിടിക്ക വേണ്ടിയ ആളോടെ പേര് മാണിക്കുഞ്ഞ് താടിക്ക. അങ്ങനെയാണ്. ഏതൻ ഫേൺ ഹിൽസ്. അതാണ്. நீங்க மலையாளியா? ആ അതെ ആമാ. நீங்க மாணிக்குஞ்சு சார்னு யாரு? അത് ഒരു ബന്ധുവായിട്ട് വരും. அப்படியா? சரி கூட வா, நானும் அங்கதான் போறேன். Follow me. ആടാ പോ. ഹൈ, വന്നൂലോ. സാറേ, ചായ കുടിച്ചിട്ട് പോ സാറേ. ഞാനെന്താ ലേറ്റ് ആയത്? ചായ കുടിക്കുന്ന இடத்துல 2 വിസിറ്റേഴ്സ് കണ്ടു സാറേ. അവരെ കൂടെ ഇങ്ങ കൂട്ടിട്ട് വന്നു സാർ. എന്റെ ചെരുപ്പിനകത്തൊരു ജീവി കുടുംബമായിട്ട് എന്റെ താമസിക്കുന്നു. ഇതിലല്ലേ വല്ല തേളാകുമ്പോലായിരിക്കും. നിന്റെ അപ്പന്റെ ഇൻട്രോ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ. എടാ അത് കൊറേ പേരുണ്ടല്ലോ, സിക്കും സാമിയും. ഇതിലേതാണ് നിന്റെ അച്ഛൻ? ഇത് അണ്ണനുള്ള പോപ്പിൻസ് ആണെന്നാണ് തോന്നുന്നത്. എന്റെയോ? അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നമ്മുടെ പഴയ വേലക്കാരുടെ ഒരു കട്ടിലി. ഏത് വേലക്കാരുടെ? ലോകത്തെ എല്ലായിടത്തും വേലക്കാരികൾക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ജാനു. എന്തായിരുന്നു അന്നത്തെ റൊമാൻസ്? ലക്ഷണശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ആ കൃഷിയിൽ മുളച്ച ബൈ പ്രോഡക്റ്റ് ആണ്. കരുതാ കുറച്ചൊന്ന് പറയാടാ പട്ടി. ആ കുട്ടിയെ ഞാനൊന്ന് ഡീൽ ചെയ്യട്ടെ. ജാനുവിന്റെ മകൻ. ചാരാ. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ. അത് ജാനു കറുത്തല്ലടാ. കല്ലും മുള്ളും കലിക്കുമത്തൈ. യെസ്. എന്താണ്? ആരാണ്? മിസ്റ്റർ മാണിക്കുഞ്ഞ് താടിക്കാരൻ. ദാറ്റ്സ് മീ. അപ്പോ എന്നെ കാണാനുള്ള വരവാണ്. അണ്ണാ, ജാനു ഇസ് ബ്ലാക്ക്. യു ആർ റൈറ്റ്. ഇത് അതല്ല. സോല് മാറ്റർ എന്നാ? അത് പേഴ്സണൽ ആണെങ്കിൽ വീട്ടിലിരിക്കാം, സീരിയസ് ആണെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. ഇവിടെ ആവുമ്പോൾ പോലീസ് സ്റ്റേഷനുണ്ട്. പറയൂ. പേഴ്സണലാണ്, സീരിയസും ആണ്. അപ്പൊ ബാറിലിരിക്കാം നാച്ചുറലി. Where is my car? Car is in the bar. എടോ, താനെന്താ കഴിയുന്നു? നല്ല മുതൽ ഏത് സിംഗിൾ മൗണ്ട് വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. താൻ കഴിക്കോ? നോ താങ്ക്സ്. ചായ വേണോ? വേണ്ട. ഞാൻ ഈ വെള്ളോടിയൊന്നും ഇല്ലായിരുന്നു ഒരു മാസത്തേക്ക്. മലയ്ക്ക് പോയിരിക്കുമായിരുന്നു. ഓ ഓ, നിങ്ങളവിടെ തിരിച്ചു വിളിച്ചില്ലേ? ഞാൻ എന്തൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നതാ. സ്ത്രീകളാവുമ്പോ അങ്ങനെ നാണോ മാനോ ഒക്കെ കാണും. നമ്മൾ വേണ്ടേ ആ നാണോ മാനോ ഇല്ല തിരിച്ചു വിളിക്കാൻ? ഒന്ന് വിളിയപ്പാ. അപ്പൊ ഒരു തേങ്ങ എടുത്ത് ഇങ്ങോട്ട് തുടങ്ങുക. യെസ് കുട്ടി, പറയൂ. എന്താണ് കാര്യം? ഡോക്ടർ കുൽക്കർണിയുടെ സ്പേം ബാങ്കിൽ നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത സ്പേം കൺസീവ് ചെയ്ത എന്റെ അമ്മമാരാണ്. സോ ടെക്നിക്കലി ആൻഡ് സയന്റിഫിക്കലി യു ആർ മൈ ഡാഡ്. എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. 1994 ഡോക്ടർ കുൽക്കർണിയുടെ സ്പേം ബാങ്കിൽ നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത സ്പേം കൺസീവ് ചെയ്ത എന്റെ അമ്മമാരാണ്. സോ ടെക്നിക്കലി ആൻഡ് സയന്റിഫിക്കലി യു ആർ മൈ ഡാഡ്. ആൻഡ് ഐ ഹാവ് ഗോട്ട് ഓൾ ദി പേപ്പേഴ്സ് ആൻഡ് പ്രൂഫ് വിത്ത് മീ. Really? Yep. Really? Very good. 1994. Yes. ഇട്ടിച്ചോ ഒരെണ്ണം ഒഴി.
I just don't understand what you're saying. आपके लिए ये सर्जरी करानी बहुत ज़रूरी है। इस सर्जरी के कारण आपको इम्पोर्टेंस हो सकती है। मुझे लगता है कि हमें यार चांस नहीं लेना चाहिए। ट्रस्ट मी अमल, यू विल बी ऑल राइट। അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്? You know how much he wants a child. पर हमारे पास इसका एक उपाय है। हम आपका स्पर्म ले लेंगे और स्पर्म बैंक में रख देंगे। द ऑप्शन इज आर्टिफिशियल इंसेमिनेशन। यार अमल, दिस इज द ओनली वे आउट एंड आई वांट यू टू गो फॉर इट। आई एम योर फ्रेंड अमल। सी, मैं आप दोनों की भलाई के लिए बोल रहा हूँ। होप यू अंडरस्टैंड। यार, व्हेन यू कम बैक आफ्टर द सर्जरी and with God's grace, if everything is fine with you, then we can definitely donate this to someone who require it. You got me? Sara. अगर तुम ये पेपर साइन कर दोगे तो ये स्पर्म बैंक में चला जाएगा। What difference does it make to me now? You want me to sign something? आई एम सॉरी यार, लेकिन